തൊഴിലാളിമാർ മൊത്തത്തിലൊരു 200ഓളം തൊഴിലാളികൾ ഇപ്പം പോകുന്നത് പട്ടിണിയിലൂടെയാണ് ബേപ്പൂർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അഡ്മിനിസ്ട്രേറ്റർ മാറിയതിന് ശേഷം ഒരു പുരോഗമനം ഇവിടെ നടന്നിട്ടില്ല ബേപ്പൂർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ യാത്ര കപ്പലില്ല, ലക്ഷദ്വീപുകാർ വലിയാണ്, അങ്ങനെ പല പ്രശ്നങ്ങളും ബേപ്പൂർ പോർട്ടിനകത്ത് നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സൗകര്യമുള്ള ഒരു ക്രെയിൻ വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത് ഞമ്മക്ക് അസൗകര്യമായ ക്രെയിനുകൾ, ഞമ്മക്ക് സൗകര്യപ്രദമായ ക്രെയിനുകൾ ഇവിടെ കിടക്കുന്ന നോക്കിയട്ടെ. അതിനുവേണ്ടി നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? അടിസ്ഥാനപരമായിട്ട് ഒരു ബാത്റൂം പോലും ഇല്ല. കേരളത്തിൽ പല മേഖലകളിലും വികസനം വന്നു. പക്ഷെ ബേപ്പൂർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്താണോ ഉള്ളത് അതിൽ തന്നെ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പോണത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടുണ്ടാവും ക്രെയിനുകളുടെ 40 വർഷമായി ഈ ക്രെയിനിന്റെ കമ്പനികളൊക്കെ പൂട്ടിയിട്ട് ആ ക്രെയിനുകളും വെച്ചിട്ടാണ് ഇപ്പോഴും ഇവിടെ വർക്ക് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാൻ ചിലപ്പോൾ നമുക്ക് മണിക്കൂറിനാണ് ട്രെയിനിന് വാടക. ഇത് സ്പീഡ് കുറഞ്ഞ ക്രെയിനുകളും മറ്റും ആകുമ്പോൾ കോൺട്രാക്ടേഴ്സിന് അതും ഒരു അധികഭാരം കുടുങ്ങും. അപ്പം അതേമാതിരി തന്നെ ഇവിടെ മറ്റ് ഇപ്പോൾ നമ്മളെ ലക്ഷദ്വീപിൻ്റെ യാത്രാ കപ്പൽ ഏകദേശം 5 വർഷത്തോളമായി അത് നിന്നിട്ട്. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം കേവലം ബേപ്പൂരിന്റെയും അല്ലെങ്കിൽ ലക്ഷദ്വീപുമായുള്ള കപ്പൽ ഗതാഗതം വിച്ഛേദിക്കപ്പെടുന്നതിന്റെയും മാത്രം വിഷയമല്ല. പ്രത്യേകിച്ചും കോഴിക്കോട് നഗരത്തിന്റെ വികസനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം. എന്തായാലും ഇക്കാര്യത്തിൽ തുറമുഖത്തെ തൊഴിലാളികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നമ്മൾ കൂടുതൽ വ്യവസായ ലോകവുമായും വാണിജ്യ ലോകവുമായും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഈ വിഷയം ഒരു വലിയ പ്രശ്നമായി മാറുന്നു. കാരണം ആദ്യം കപ്പലുകളുടെ എണ്ണം കുറയുന്നു, കപ്പലുകൾ ഇല്ലാതാവുന്നു, ചരക്ക് ഗതാഗതം ഏതാണ്ട് 75% കുറഞ്ഞു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇതെത്രമാത്രമാണ് കോഴിക്കോട് നഗരത്തെയും മലബാർ മേഖലയും ബാധിക്കുക? ബേപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബേപ്പൂരിന്റെ പരാജയം, ബേപ്പൂർ തുറമുഖത്തിൽ കപ്പൽ വരാതിരിക്കാനുള്ള വരാത്ത സാഹചര്യം, ഇത് തീർച്ചയായിട്ടും വളരെ വൈഡ് എഫക്റ്റാണ് മലബാറിന്റെ വികസനത്തെയും പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ വ്യാപാര മേഖലയും ബാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ലക്ഷദ്വീപ് ബേപ്പൂർ പാസഞ്ചർ വെസൽ സർവീസ് പൂർണ്ണമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഷിപ്പിംഗ് മിനിസ്റ്റർ, കേരളത്തിലുള്ള മന്ത്രിമാർ, ബന്ധപ്പെട്ട ആളുകൾക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം നൽകിയിരുന്നെങ്കിലും ഇതുവരെ ഈ സർവീസ് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടില്ല. കാലിക്കറ്റ് ചേംബർ ബേപ്പൂരിന്റെ വികസനം, ബേപ്പൂരിന്റെ സമഗ്ര വികസനവും ലക്ഷദ്വീപ് ബേപ്പൂർ പാസഞ്ചർ വെസൽ സർവീസ് അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. ചേംബർ എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല. അടിയന്തരമായി ജനപ്രതിനിധികളുടെ ശ്രദ്ധ വിഷയത്തിൽ വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകമായിട്ടും അവിടുത്തെ സ്ഥലം MLA, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ട വിഷയമാണിത്. മാരിടൈം ബോർഡ് ഈ വിഷയം ഏറ്റെടുക്കണം. നമ്മുടെ MP-മാരുടെ പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് ചേംബർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബേപ്പൂർ തുറമുഖത്തെ ഒഴിവാക്കിക്കൊണ്ട് കാലിക്കറ്റിന്റെ വികസനം സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ വിഷയത്തിൽ സ്റ്റെപ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തെല്ലായിടത്തും ഈ തുറമുഖങ്ങൾ വികസിപ്പിക്കൽ വളരെ ത്വരിത വേഗത്തിൽ നടക്കുകയാണ്. പ്രത്യേകിച്ചും വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ വരുമ്പോഴും അതിന്റെ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടാതെ പോകുന്നൊരു തരത്തിലുള്ള നിലവിലെ സാഹചര്യമാണ്. അല്ല, ഇത് കോഴിക്കോട് എയർപോർട്ടിന്റെ പ്രത്യേകത ഇത് എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ നമ്മുടെ ഈ ചർച്ചയിൽ പറയണ്ടായി. അതായത് മെസപ്പൊട്ടോമിയ സിവിലൈസേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കോഴിക്കോട് തുറമുഖം എന്നാണ് നമ്മൾ ഗൂഗിൾ നോക്കിയാൽ കാണാം. അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ള ഒരു സംഗതിയായിട്ടാണ് ബേപ്പൂർ തുറമുഖം കാണുന്നത്. കാലിക്കറ്റിനെ പറയുന്നത് തന്നെ ഇപ്പം നമ്മുടെ ബഹുമാന്യ നഗരപിതാവിനെ ഇപ്പോൾ പറയുമ്പോഴും അവർ മാതാവ് തന്നെ പറയുന്നത് തുറമുഖ നഗരം എന്നാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കോഴിക്കോട് തുറമുഖ നഗരം എന്നുള്ളത്. പക്ഷേ അത് നമ്മൾ നാമമാത്രമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കടലിൽ എയർപോർട്ട് ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ 3.5 മീറ്ററുള്ള ഡെപ്ത് അല്ലെങ്കിൽ 3 to 3.5 മീറ്ററുള്ള ഡെപ്ത് 5 മീറ്റർ 5.5 മീറ്റർ ആക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ. വെറും 12 കോടി, ആയിരക്കണക്കിന് കോടി നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സർക്കാരിന് 12 കോടി അല്ലെങ്കിൽ 11, കൃത്യമായി പറഞ്ഞാൽ 11.8 കോടി മാത്രമാണ് തുറമുഖത്തിൻ്റെ, കോഴിക്കോട് പോലുള്ള ഇത്രയും പുരാതനമായ വളരെ ചരിത്ര പ്രാധാന്യമുള്ള തുറമുഖത്തിന് വേണ്ടി നീക്കിവെക്കാനുള്ളത് 11.8 കോടിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. സാഗർമാല പ്രോജക്റ്റ് നമുക്കറിയാം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന പ്രോജക്റ്റിൽ ഇത്രയും കാലമായിട്ട് ചെറിയ രീതിയിൽ പോലും ബേപ്പൂരിനെ ഉൾപ്പെടുത്തിയില്ല. 1 രൂപ പോലും സാഗർമാല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് സീപോർട്ടിന് തുറമുഖത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ വിവേചനമാണത്. കോഴിക്കോട് നഗരം നമുക്കറിയാം ലോകത്തിൽ തന്നെ താമസിക്കാൻ അനുയോജ്യമായ ഏറ്റവും നല്ല നഗരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നഗരമാണ്. ഇപ്പോൾ കോഴിക്കോടിന് ലിറ്ററേച്ചർ സിറ്റി എന്നുള്ള UN-ന്റെ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ അവഗണന
എനിക്ക് ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് കാലിക്കറ്റ് ചേംബർ എയർപോർട്ടിൻ്റെ കാര്യം ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. അത് വളരെ സ്ലോലി ആണെങ്കിലും പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ നമ്മൾ സമീപകാലത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഏറ്റവും പ്രധാന വിഷയം തുറമുഖമായിരിക്കും, കോഴിക്കോട് തുറമുഖമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വിശദമായൊരു യോഗം ഇന്ന് നടത്തിയത്. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഇനി ബന്ധപ്പെട്ട മന്ത്രിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സജീവമായി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ കേവലം കപ്പലുകൾ നിർത്തി എന്നുള്ളത് ഗതാഗതത്തെ മാത്രമല്ല ബാധിക്കുക. ഇപ്പോൾ കോഴിക്കോട് നിന്നും ലക്ഷദ്വീപിലേക്ക് പോകേണ്ട ഒരാൾ ദിവസങ്ങളോളം കൊച്ചിയിൽ പോയി തമ്പടിച്ച ശേഷം അവിടെ നിന്ന് ഊഴം കാത്താണ് പോകേണ്ടി വരുന്നത്. ഒപ്പം ഇതിനോട് ചേർന്ന് വരേണ്ട ഒരുപാട് വ്യവസായങ്ങളില്ലേ ഈ കോഴിക്കോട്ടേക്ക്? ഒരു കാലത്ത് അധികം വർഷം മുമ്പല്ല, ഏതാനും വർഷം മുമ്പ് തന്നെ കണ്ടമാനം ബിസിനസ് കോഴിക്കോട് നിന്ന് ലക്ഷദ്വീപായിട്ട് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അവിടെ ആവശ്യമുള്ള എല്ലാ ഈ ലൈഫ് സ്റ്റോക്ക് മുതൽ ഡീസല്, പെട്രോള്, അരി, പല വ്യഞ്ജനങ്ങൾ എല്ലാം തന്നെ കോഴിക്കോട് നിന്നാണ് കൊണ്ടുവരുന്നത്. പല കാരണത്താലും ആ പർച്ചേസ് ഇവിടുന്ന് കംപ്ലീറ്റ് നിർത്തി ഇപ്പോൾ അതെല്ലാം മംഗലാപുരം വഴിക്കാനാക്കിയിട്ടുള്ളത്. അതിന്റെ പല പൊളിറ്റിക്കൽ റീസൺസും പല റീസൺസും ഉണ്ടെങ്കിലും എന്തായാലും കോഴിക്കോടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ബേപ്പൂരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ബിസിനസ്സാണ് ഇവിടുന്ന് കംപ്ലീറ്റ് നഷ്ടമായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മുടെ മലബാറിന്റെ മൊത്തത്തിലുള്ള ബിസിനസ്സിനെ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ബേപ്പൂർ പോർട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും അത് വലിയൊരു കോസ്റ്റ് റിഡക്ഷൻ ആയിട്ടാണ് വരിക. പ്രത്യേകിച്ച് നമ്മൾ ഒരു കണ്ടെയ്നർ വിദേശത്തു നിന്ന് വരികയാണെങ്കിൽ നമ്മൾ കൊച്ചിയിലിറക്കി റോഡ് മാർഗം വേണം അത് കൊണ്ടുവരാൻ. നേരെ മറിച്ച് നമുക്ക് പോർട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടെയ്നർ ഡയറക്റ്റായിട്ട് ചെറിയ വെസലിലൂടെ നമുക്കിവിടെ ബേപ്പൂരിൽ കൊണ്ട് ഇറക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് വളരെയധികം കുറയുകയും ചെയ്യും. അതേ സമയത്ത് നമുക്ക് കേടുപാടുകളില്ലാണ്ട് നമ്മുടെ സാധനങ്ങൾ നമ്മുടെ ഗോഡൌണിൽ എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്യും. ഇത് അതുകൊണ്ട് തീർച്ചയായിട്ടും ബേപ്പൂർ പോർട്ടിന്റെ വികസനം ഇവിടുത്തെ വ്യാപാര സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ്. ഒരു ചെറിയ ഇളവ് ഒരു കാലത്ത് നൽകിയിരുന്നല്ലോ ഈ കണ്ടെയ്നറുകൾ വരുന്നതിന്, അല്ലേ? പക്ഷെ അത് പിന്നീട് എടുത്തു മാറ്റി, അതോടുകൂടി അത് പഴയ രീതിയിൽ തന്നെ ആവുകയും ചെയ്തു. അത് ഏത് സർവീസ് ആണെങ്കിലും ഡിപ്പെൻഡബിൾ ആയിരിക്കണം, റെഗുലർ ആയിരിക്കണം. ഇത് റെഗുലർ അല്ലാത്ത, ഡിപ്പെൻഡബിൾ അല്ലാത്ത ഒരു കണ്ടെയ്നർ സർവീസ് ഇനി വന്നാലും അത് വിജയിക്കുകയില്ല. അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ട് കണ്ടെയ്നർ സർവീസ് വരികയാണെങ്കിൽ, ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ സർവീസ് സിസ്റ്റം വരികയാണെങ്കിൽ എല്ലാവരും അതിനെ ആശ്രയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് വയബിൾ ആവുകയും ചെയ്യും, ലാഭകരമാവുകയും ചെയ്യും. ടൂറിസത്തിലേക്ക് പൂർണ്ണമായും മാറുകയാണ് ലക്ഷദ്വീപ്. കൺസ്ട്രക്ഷൻ കുറയ്ക്കുന്നു, നാട്ടുകാർക്ക് നിർമ്മാണം നടത്താൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ നിർമ്മാണ സാമഗ്രികൾ പോകുന്നില്ല. അത്തരം ഒരു രീതിയിലേക്ക് നീങ്ങുമ്പോൾ ലക്ഷദ്വീപിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ലെങ്കിലും ഇവിടുത്തെ ഒരു പ്രധാന വരുമാനം ലക്ഷദ്വീപിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഇന്ന് ഇവിടെ ചർച്ച ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരുപാട് സർവീസ് നടത്തുന്ന ഓണേഴ്സ് തന്നെ പറയുകയുണ്ടായി, ഇവിടുന്ന് അങ്ങോട്ട് കപ്പൽ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാനുള്ള സംവിധാനങ്ങൾ അതിൽ കാലിയായിട്ട് വരുന്ന സംവിധാനങ്ങളാണ് ഉള്ളതെന്നുള്ളത്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ IPP പറഞ്ഞ മാതിരി തന്നെ റെഗുലറായിട്ടുള്ള ഒരു സിസ്റ്റം കാലിക്കറ്റിൽ തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ കാലിക്കറ്റ് ചേംബറിൻ്റെ ഇത്. അതിനു വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് ചേംബർ ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ ദ്വീപിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ഒരാൾക്ക് വരാൻ 6 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ കൊച്ചി വഴി ഏകദേശം 9, 6, 15 മണിക്കൂറോളം വേണ്ടി വരിക. സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കോളേജിൽ ക്യാമ്പസിൽ പഠിച്ച സമയത്ത് തന്നെ ഒരുപാട് ദ്വീപ് നിവാസികൾ അവരൊക്കെ ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിൽ പഠനവും പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ്വീപ് വാസികൾ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത് കോഴിക്കോടാണ്. തീർച്ചയായിട്ടും പാസഞ്ചർ വെസൽസ് പുനഃസ്ഥാപിക്കുക എന്ന് മാത്രമല്ല, അത് കൂട്ടുകയും വേണം. ഇത് ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ തന്നെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ കൂട്ടുന്നതിലൂടെ സാധാരണക്കാരൻ്റെ യാത്രാ ചെലവുകൾ കുറക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അതുവഴി കോഴിക്കോടിൻ്റെയും നഗരത്തിൻ്റെയും മലബാറിൻ്റെയും ഒരു വ്യാപാര മുഖം തന്നെ മാറും. അതുകൊണ്ട് ദ്രുതഗതിയിൽ ബേപ്പൂർ പോർട്ടിൻ്റെ വികസനം, അത് നേരത്തെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികളും അധികാരികളും വ്യക്തമായി കണ്ണു തുറന്ന് ഇതിൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു കേരളത്തിന്റെ ഒരു ഭാഗത്തിന്റെ, പ്രത്യേകിച്ച് മലബാറിന്റെ ഒരു വികസനത്തിന്റെ ഭാഗമാണ് ബേപ്പൂർ പോർട്ടിന്റെ വികസനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ത്വരിതഗതിയിലുള്ള ഒരു വികസനം ആണ് കാലിക്കറ്റ് ചേംബർ ആവശ്യപ്പെടുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലേ? ഈ കപ്പൽ ഗതാഗതം വളരെ സജീവമായി ഉണ്ടായിരുന്ന സമയമുണ്ട്. ആ സമയം മുതൽ താങ്കൾ ഇതിനോടൊപ്പം നിന്ന ആളാണ്.
ഏകദേശം 20 വർഷത്തോളമായി ഞാൻ ബേപ്പൂരിൽ നിന്നും കപ്പൽ സർവീസ് നടത്തുന്നുണ്ട്. ബേപ്പൂർ പോർട്ട് നവീകരിച്ച ശേഷം ആദ്യത്തെ സർവീസ് 1986 ദീപ് സേതു എന്ന കപ്പലുമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. കോഴിക്കോടും ദ്വീപുകാരും തമ്മിലുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെയാണ്. ചരിത്രപരമായിട്ടും സാംസ്കാരികമായിട്ടും അവരുടെ മുഴുവൻ ബന്ധങ്ങളും ഭാഷാപരമായിട്ടും എല്ലാം മലബാറിലുള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വന്ന അവസരത്തിൽ വലിയ കപ്പലുകൾ വന്നപ്പം ചെറിയ കപ്പലുകൾക്ക് അവർ പ്രാധാന്യം കൊടുക്കാത്ത ഒരവസ്ഥ വന്നു. 25 വർഷത്തെ സർവീസ് കഴിഞ്ഞ ശേഷം ദീപ് സേതു, അമീൻ ദേവി, മിനിക്കോയ് തുടങ്ങിയ കപ്പലുകളെല്ലാം തന്നെ കാർഗോ കം പാസഞ്ചർ ഷിപ്പുകളായിരുന്നു. 150 പാസഞ്ചർ കപ്പൽ. ആ കപ്പലുകളെല്ലാം മുഴുവൻ തന്നെ ഡീകമ്മീഷൻ ചെയ്ത് സർവീസിന് റിമൂവ് ചെയ്ത ശേഷം പുതിയ കപ്പലുകളൊന്നും തന്നെ ഓർഡർ ചെയ്യാതിരുന്നു. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നത്തിന് കാരണമുണ്ടായത്. മറ്റേത് ആഴ്ചയിൽ റെഗുലറായിട്ട് 2 കപ്പലുകൾ പാസഞ്ചേഴ്സും കാർഗോയായി പോകുമ്പോഴും അവിടെ നല്ല സൗകര്യം. ഐലൻഡിൽ 4 ദ്വീപുകളിൽ മാത്രമേ 5 ദ്വീപുകളിൽ മാത്രമേ വലിയ കപ്പലുകൾ അടുക്കാനുള്ള സൗകര്യങ്ങളുള്ളൂ. മറ്റ് ചെറിയ ദ്വീപുകളിലെല്ലാം തന്നെ കപ്പലിൽ നിന്ന് നേരിട്ട് തോണിയിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെറിയ കപ്പലാവുന്ന അവസരത്തിൽ എന്താ പ്രായമായവർക്കൊക്കെ തന്നെ ഈ ബോട്ട് ലെവലിൽ തന്നെ ഇറങ്ങാനും കയറാനുള്ള സൗകര്യങ്ങളും കാർഗോ ഇറക്കാനൊക്കെ വളരെ സൗകര്യമായിരുന്നു. ഇപ്പോഴും അത്തരം കപ്പലുകളൊന്നും തന്നെ ഇല്ല. ഹൈസ്പീഡ് കപ്പലുകൾ ഫസ്റ്റ് ഐലൻഡിലോട്ട് 6 to 7 hours ബേപ്പൂരിൽ നിന്ന് എത്തും. പക്ഷേ അവർക്ക് കാർഗോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കാർഗോ കം പാസഞ്ചർ ഫെസിലിറ്റി ആയിരിക്കുന്ന കപ്പലുകൾ കൂടുതലായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറുള്ള സർവീസുകൾ മാത്രമേ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യുന്നുള്ളൂ. പകരമായിട്ട് പ്രൈവറ്റ് സെക്ടറുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാർഗോ പാസഞ്ചർ ഷിപ്പുകളും സർവീസ് നടത്താനുള്ള അനുവാദങ്ങളും മുൻകൂട്ടി അനുവാദം വേണ്ടാത്തതായ കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ ലാൻഡിംഗ് പെർമിറ്റ് പോലുള്ള കാര്യങ്ങൾ റിലാക്സ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരെ കമ്മ്യൂണിറ്റിക്ക് നേരിട്ട് വ്യാപാരം നടത്താനുള്ള സൗകര്യങ്ങളും യാത്രക്കാർക്കും നേരിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പം പ്രതീക്ഷിക്കാമോ ഈ യാത്രാ സർവീസുകൾ കോഴിക്കോട്ടേക്ക് തിരിച്ചു വരുന്നത് ഒരു പ്രതീക്ഷ? അത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പുതിയ റിവിഷനും പ്ലാനുകളും ടൂറിസം ഡെസ്റ്റിനേഷൻ ലക്ഷദ്വീപ് എന്ന നിലയിലൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുമ്പോൾ മലബാറിനെ തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വടക്കൻ ദ്വീപുകളായിരിക്കുന്ന ബിത്ര, കിൽത്താൻ, ചെത്തലത്ത് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കണക്ഷൻ ഏറ്റവും കൂടുതൽ സൗകര്യം മലബാർ ഭാഗത്തുനിന്നുള്ളതാണ്. അപ്പോൾ മലബാർ ജനങ്ങൾക്ക് നിങ്ങൾ എവിടേക്ക് വിട്ടുകഴിഞ്ഞാൽ സാംസ്കാരികമായിട്ടും അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ കരയിൽ താമസമാക്കിയവരും അവരുടെ ഹോസ്പിറ്റൽ സൗകര്യം എല്ലാം തന്നെ മലബാറിലാണ്. അപ്പോൾ എത്രമാത്രം ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല കൊച്ചിൻ പോർട്ടിലെ വലിയൊരു പോർട്ടിലെ ഹാൻഡ്ലിംഗ് എക്സ്പെൻസസിനേക്കാളൊക്കെ ചെറുകിട തുറമുഖമായിരിക്കുന്ന ബേപ്പൂർ എന്നുള്ള സർവീസുകളാണ് വളരെ സൗകര്യം. രാത്രിയിൽ കാർഗോ ഉള്ള സർവീസുകൾ വൈകുന്നേരം ഇവിടുന്ന് 4 മണി 5 മണിക്ക് ഡിപ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 മണി നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ദ്വീപിലെത്താം, അവരെ കാർഗോ ഇറക്കാൻ പറ്റും, എല്ലാ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് പാസഞ്ചർ കം കാർഗോ ഷിപ്പുകൾ വന്ന് ബേപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഡെവലപ്മെന്റ് ഉണ്ടാവും. കച്ചവടക്കാർക്കും അത് ഗുണകരമായിരിക്കും, ദ്വീപ് നിവാസികൾക്കും എല്ലാവർക്കും തന്നെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ ജനങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമൊന്നും പരിഗണിക്കപ്പെടുന്നില്ല എന്തോന്നല്ലേ ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ? തീർച്ചയായിട്ടും. അതിനേക്കാൾ ഉപരി ഇതിനു മുമ്പുള്ള ഗവൺമെന്റ് നമ്മുടെ കേരളത്തിലെ പോർട്ടുകൾ ഈ ഭക്ഷ്യ എണ്ണ ബാൻ ചെയ്ത് അത് യഥാർത്ഥത്തിൽ മംഗലാപുരം തൂത്തുക്കുടിയിലെല്ലാം ഇറക്കിയിട്ട് അത് റോഡ് മാർഗം വരുമ്പോൾ ഒരുപാട് എക്സ്പെൻസാണ് വരുന്നത്. അതും കൂടി ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക. അതുകൊണ്ട് ഈ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഒരു ഉപകാരം നടന്നിട്ടില്ല. അതുകൊണ്ട് അത് ഉടനെ പിൻവലിക്കണം, ആ ബാൻ ചെയ്തത്. നമ്മുടെ കേരളത്തിന്റെ തുറമുഖയിൽ തന്നെ ഈ ഭക്ഷ്യ ഇറക്കുമതിക്കുള്ള പെർമിഷൻ ഉടനെ കൊടുക്കണം. അത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഈ ചെറിയ തുറമുഖങ്ങൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അത് തന്നെ ഈ റോഡ് മാർഗമുള്ള തിരക്കുകൾ നമുക്ക് കുറക്കാനും പറ്റും. ഇവിടുന്ന് ഈ ബേപ്പൂരിനോടുള്ള ഒറ്റപ്പെടുത്തൽ കാരണം ഇവിടുത്തെ വ്യാപാരികളും ദീർഘകാലം ഇവിടെ ഈ പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്തിരുന്ന CNF ഏജന്റുകൾ, തൊഴിലാളികൾ എല്ലാവർക്കുമേ വൻ നഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് കാർഗോ ഈ പ്രദേശത്ത് വന്ന് മലബാറിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് ഡീസ്റ്റഫ് ചെയ്തിട്ട് സിമെൻറ്റ് അതുപോലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്, ടൈൽസ് എല്ലാം പോയിരുന്നതാണ്. അത് ലോ കോസ്റ്റിലാണ് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ലാഭകരമായ ഓപ്പറേഷനായിരുന്നത്. പക്ഷേ തിരിച്ച് അതുപോലുള്ള റിട്ടേൺ ലോഡ് കിട്ടാത്തതുകൊണ്ടാണ് മിക്ക ഷിപ്പിംഗ് കമ്പനികളും നിർത്തേണ്ടി വന്നത്. ഇതിന് ഒരു പരിഹാരം കണ്ടുകൊണ്ട് ഗവൺമെൻറ് അതുപോലുള്ള നമ്മളുടെ ചേംബർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിച്ചുകൊണ്ട് ഈ മലബാറിനോടുള്ള അവഗണന ഒഴിവാക്കിക്കൊണ്ട് ഒരു വികസനം ആണ് നമ്മൾ ലക്ഷ്യപ്പെട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാർഗോകൾ പോകുമ്പോഴും അനുബന്ധ വ്യവസായങ്ങൾ ഒരുപാട് പല വശങ്ങളിലുണ്ട്. ഈ കരിങ്കല്ല് വെട്ടിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് മുതൽ തുടങ്ങും. ഇപ്പോൾ ദ്വീപിലേക്കുള്ള എക്സ്പോർട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജെല്ലി, മെറ്റല്, മണല്, സിമന്റ്, കമ്പി എല്ലാം ഈ കോഴിക്കോട്ട് നിന്നാണ് പോയിരുന്നത്. അതാണിപ്പോൾ അവർക്കും ബുദ്ധിമുട്ടായി. ഇവിടുത്തെ കച്ചവടക്കാർക്ക് സെയിൽ ഡ്രോപ്പ്, തൊഴിലാളികൾക്ക് ജോലി നഷ്ടം, എല്ലാ
ഒരു നാശത്തിൻ്റെ പക്കത്താണ് എത്തി നിൽക്കുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് റെഗുലറായിട്ട് സർവീസ് ചെയ്തിരുന്നതാണ് കഴിഞ്ഞ വർഷം. ഹോപ്പ് 7 എന്ന് പറഞ്ഞ വെസൽ വെച്ചിട്ട് കൊച്ചിയിൽ നിന്ന് ബേപ്പൂരിലോട്ട് മാസം 350 കണ്ടെയ്നറുകൾ കപ്പൽ മാർഗം കൂടി എത്തിച്ചിരുന്നതാണ്. അതുമൂലം നമുക്ക് റോഡ് മാർഗമുള്ള കഞ്ചക്ഷൻ ഒഴിവായി കിട്ടുമായിരുന്നു. ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ബാധിച്ചത് റെഗുലറായിട്ട് കാർഗോ കിട്ടാണ്ട് വന്നതാണ് പ്രധാന പ്രശ്നം. തിരിച്ച് ബേപ്പൂരിൽ നിന്ന് എല്ലാ കണ്ടെയ്നറിലും തന്നെ എംറ്റി ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. കൊച്ചിയിൽ നിന്ന് കാർഗോ പിന്നീട് 3-4 മാസത്തോളം ഏകദേശം കാർഗോ ലിമിറ്റഡ് റേഞ്ചിൽ കാർഗോ കിട്ടുമായിരുന്നു. പിന്നീട് വളരെ കാർഗോ കുറവായി വന്നു. അപ്പം നമ്മൾ ഒരു 60-70 കണ്ടെയ്നറായിരുന്നു ഒരു കപ്പലിൽ നമുക്ക് കണ്ടെയ്നർ വേണ്ടത്. അത് പിന്നീട് കുറഞ്ഞ് 30-40 ആയപ്പോഴാണ് നമുക്ക് കപ്പൽ സർവീസ് പിൻവലിക്കേണ്ടി വന്നത്. ഒരിക്കലും എക്കണോമിക്കലി വയബിൾ ആകാതെ വന്നപ്പോഴാണ് നമ്മളത് പിൻവലിച്ചത്. ആ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇൻസെൻറ്റീവും തുടങ്ങിയ സ്കീമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഇവരായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് വരികയാണെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും സർവീസ് കൊണ്ട് ഞങ്ങൾ ആവശ്യത്തിനുള്ള റിക്വയർമെന്റ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. കമ്മോഡിറ്റി ഇവിടെ ഉണ്ട്. തിരിച്ച് സർവീസ് മീൻസ് എല്ലാ ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സിൽ സംസാരിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി ആലോചിച്ച് എല്ലാവരും ഈ സർവീസിലോട്ട് വരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കപ്പൽ വീണ്ടും കൊണ്ടുവന്ന് സർവീസ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ പ്രോസ്പെക്ട്സ് ഉണ്ടല്ലോ, കാരണം ഈ ചെരുപ്പ് വ്യവസായം കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്, മറ്റേ പലഹാരങ്ങൾ, അങ്ങനെ പല പല സാധ്യതകൾ ഉണ്ട്. തിരിച്ച് ഇവിടുന്ന് കണ്ണമാനം കാർഗോ ഉണ്ട്, കോക്കനട്ട്, വളരെയധികം കാർഗോ തിരിച്ച് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ടാവും. അത് രണ്ടും ഒരേ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെഗുലറായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ തുറമുഖ വികസനം നടപ്പിലായാൽ സ്വാഭാവികമായിട്ടും വ്യാപാര രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവും. മലബാറിൽ വലിയ ഷിപ്പുകൾ അടക്കും. അതിന്റെ നേട്ടം ഓവറാൾ ഡെവലപ്മെന്റിന് തന്നെ ബാധിക്കും. Okay then. ഈ ലക്ഷദ്വീപുമായുള്ള ബന്ധം, കോഴിക്കോടുമായുള്ള ബന്ധം അഡ്മിനിസ്ട്രേഷൻ കുറിച്ചപ്പോൾ നിങ്ങൾ കോഴിക്കോട് താമസിക്കുന്ന ലക്ഷദ്വീപുകാരെ, നിങ്ങൾ കേരളത്തിൽ മറ്റിടങ്ങളിൽ താമസിക്കുന്ന ലക്ഷദ്വീപുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷദ്വീപുകാർ പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്നുള്ള സർവീസ് ഇല്ല. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പൂർവ്വ പിതാമഹർ വരെ ലക്ഷദ്വീപ് കോഴിക്കോടുമായിട്ടൊരു ബന്ധമുള്ളവരാണ്. കോഴിക്കോടിന്റെ കൾച്ചറും ലക്ഷദ്വീപുകാരുടെ കൾച്ചറും തന്നെ ഒരുപാട് അഗീതമായ ബന്ധമുണ്ട് അവർ തമ്മിൽ. അങ്ങനെയുള്ളൊരു സംഭവം, ഒരു കണക്ഷൻ പെട്ടെന്ന് നിഷേധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നിഷേധിക്കുമ്പോൾ ലക്ഷദ്വീപുകാർക്ക് മൊത്തത്തിൽ അതിൻ്റെ എല്ലാ കാര്യത്തിലും ബാധിക്കുന്നുണ്ട്. അവരുടെ വാണിജ്യ വ്യവസായ മേഖലകൾ വരെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ദ്വീപിന്റെ അവസ്ഥ? ദ്വീപിന്റെ അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം ദ്വീപ് ഒന്നാമത് 10 ഷിപ്പ് കപ്പൽ 10ഓളം കപ്പലുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു കപ്പൽ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. പിന്നെ ഹൈസ്പീഡ് ക്രാഫ്റ്റാണ്, അതും ഇന്റർ ഐലൻഡാണ് പ്രധാനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ബേപ്പൂരിലേക്ക് ഒരു സർവീസ് പോലും ഇപ്പോൾ നടത്തുന്നില്ല. അത് കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. കൊച്ചിയിൽ ട്രാവൽ ചെയ്ത് വേണം കോഴിക്കോടുകാർ കൊച്ചിയിൽ പോയിട്ട് വേണം, അത് മണിക്കൂറുകൾ അധികം സഞ്ചരിച്ച് വേണം ദ്വീപിലെത്താൻ. മനസ്സിലാവുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ രാവിലെ കയറിയ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് വീട്ടിലെത്തുന്ന സാഹചര്യമാണ്. നേരെ മറിച്ചാണ് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എത്ര ദിവസം വേണ്ടി വരും പോകാനൊക്കെ? ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ടിക്കറ്റ് എപ്പോഴും കിട്ടാറുണ്ടോ? എപ്പോഴും മാസങ്ങളായിട്ട് കൊച്ചിയിലൊക്കെ ഒരുപാട് ആളുകൾ, കൊച്ചിയും ബേപ്പൂരൊക്കെ ഒരുപാട് ആളുകൾ ടിക്കറ്റ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. ഈ എന്താ വെച്ചാൽ ട്രീറ്റ്മെന്റിനും മറ്റും വരുന്നവർക്കൊക്കെ ടിക്കറ്റ് കിട്ടാതെ അവൈലബിൾ ഇല്ല. ടിക്കറ്റ് അവൈലബിൾ ഇല്ല. ഈവൻ ഫ്ലൈറ്റിന് വരെ ടിക്കറ്റ് അവൈലബിൾ ഇല്ല. ടൂറിസ്റ്റാണ് പ്രധാനമായിട്ടും, ടൂറിസം പ്രധാനം നൽകുന്നു മനസ്സിലാക്കാം നമുക്ക്. കാരണം അവർക്ക് മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ഇത് ഫ്ലൈറ്റിന്റെ കേസിൽ തന്നെ. അപ്പോൾ ലക്ഷദ്വീപിലെ സാധാരണക്കാർ, അത് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നവർക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റാതെ ഒരുപാട് ആളുകൾ കൊച്ചിയിലും കോഴിക്കോടൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. കുറേ ദിവസം കഴിഞ്ഞാലും പോകാൻ പറ്റില്ല. അല്ല, കാരണം ഒരു നെക്സ്റ്റ് ഇപ്പോൾ നാളത്തെ ഹൈസ്പീഡ് ക്രാഫ്റ്റിന് ടിക്കറ്റ് ഇന്ന് റിലീസായി, ശ്രമിച്ചു കിട്ടിയില്ല. നെക്സ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ടിക്കറ്റ് എപ്പോഴാണ് റിലീസ്, എപ്പോഴാണ് പ്രോഗ്രാം വരുന്നത് കാത്തു നിൽക്കുകയാണ് ആളുകൾ. അതിന് ശ്രമിക്കും, ക്യൂ നിൽക്കും. ഓൺലൈൻ സംവിധാനം എന്ന് പറയും, പക്ഷേ അതൊന്നും പ്രോപ്പറൊന്നുമല്ല. അതൊന്നും അത്ര കണ്ട് ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലല്ല. കാരണം 1000 പേർ ശ്രമിക്കുന്നത് ഒരു 100 ടിക്കറ്റിന് വേണ്ടിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ബാക്കി 900 പേരും അവിടെ സ്ട്രക്കായി നിൽക്കുകയല്ലേ. അങ്ങനെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കൊച്ചിയിലും കോഴിക്കോടൊക്കെ ആയിട്ട് ദ്വീപിൽ പോകാൻ പറ്റാത്ത, സ്വന്തം ജന്മനാട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത്.
ഈ വ്യവസായം വലിയ രീതിയിൽ ഇടിഞ്ഞില്ല. കാര്യം ഒരാഴ്ച 6-7 ഉരുക്കൾ പോയെടുത്തപ്പം ഒരു ഉരുവ് പോലും ഒരാഴ്ച പോകാൻ പറ്റാത്ത അവസ്ഥ. വ്യവസായം ഇടിഞ്ഞത് അത് മാത്രമല്ല കാരണം. വ്യവസായം ഇടിഞ്ഞത് വേറെ കാരണമാണ്. ലക്ഷദ്വീപിൽ പൊതുവെ ഈ ഒരുപാട് തൊഴിലവസരം ജോലിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പിരിച്ചുവിട്ടതിനെ തുടർന്ന് അവിടെ ഫിനാൻഷ്യൽ ക്രൈസിസ് സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ കപ്പലും കണക്ടിവിറ്റിയും ഈ കടകളിൽ സാധനത്താത്ത സാഹചര്യവും ഒക്കെ വരുന്നുണ്ട്. എല്ലാം അതിന്റെ ഭാഗമായിട്ട് മൊത്തത്തിലൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷദ്വീപിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോർട്ടിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിഞ്ഞ കുറേ ആളുകളായി ആ ലക്ഷദ്വീപ് സാമഗ്രികളും ആ യാത്രക്കാരും വരുന്നു. പക്ഷെ അത് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് ഇനി പോർട്ടിന്റെ ഒരു സാധ്യത? ബേപ്പൂർ പോർട്ടിൽ ഇപ്പോൾ നാച്ചുറൽ ഡെപ്ത് എന്ന് പറയുന്നത് 3.5 മുതൽ 4 വരെയാണ്. അത് 5.5 ആക്കി വർദ്ധിപ്പിക്കാനാണ് നേരത്തെ ഞങ്ങൾ 15 കോടി രൂപ ഡ്രഡ്ജിങ്ങിന് വേണ്ടി അനുവദിച്ചത്. പക്ഷേ അത് ഡ്രഡ്ജിങ് ആരംഭിച്ചതിന് ശേഷമാണ് അവിടെ വലിയ പാറകൾ അടിയിലുണ്ട്, അത് പൊട്ടിക്കണം എന്ന രീതി വന്നത്. അപ്പോൾ അത് ചെങ്കൽ പാറയാണ്. അപ്പോൾ അത് നേരത്തെയുള്ള DPR ഉൾപ്പെടാത്തത് കൊണ്ട് പുതിയ DPR സമർപ്പിക്കേണ്ടതുണ്ട്. പുതിയ DPR തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഫണ്ട് ആവശ്യം വരുന്നതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സഹായം കൂടി അതിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ പ്രൊജക്റ്റ് സാഗർമാലക്ക് സമർപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രാഫിക് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ലക്ഷദ്വീപുകാർ അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആരോഗ്യപരമായ വിഷയങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കോഴിക്കോട് പട്ടണമാണ്. അവരുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ കോഴിക്കോട് പട്ടണമാണ്. എന്തുകൊണ്ടോ രാഷ്ട്രീയ കാരണങ്ങളാൽ ആ ഒരു പ്രത്യേക ആസ്പെക്റ്റിനെ കണക്കിലെടുക്കാതെയാണ് ലക്ഷദ്വീപ് ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ മംഗലാപുരത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ സർവീസുകൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ലക്ഷദ്വീപിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 10ഓളം കപ്പൽ സർവീസ് കേരളത്തിനുണ്ടായിരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഒരു കപ്പൽ മാത്രമാണ് സർവീസ് നടത്തുന്നത്. നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് കപ്പലുകൾ അവൈലബിൾ അല്ല എന്നായിരുന്നു. ഇപ്പോൾ കപ്പലുകൾ അവൈലബിൾ ആകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും സർവീസ് കൂട്ടാൻ തയ്യാറാകുന്നില്ല. ഇത് തികച്ചും ഒരു ജനവിഭാഗത്തോട് ചെയ്യുന്ന വലിയ ക്രൂരതയായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇതൊരു ജനകീയ വിഷയമായി കണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെതിരായി വലിയ പ്രക്ഷോഭം വളർത്തിക്കൊണ്ടുവരേണ്ടത് മാത്രമേ ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ബേപ്പൂർ പോർട്ടിൻ്റെ വികസനം അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കിടക്കുന്നത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള വികസനത്തിന് ബേപ്പൂരിന് സാധ്യതയുണ്ട്. ഈ പദ്ധതികൾ പലതും കടലാസിൽ ഒതുങ്ങുന്നെങ്കിലും അത് പോർട്ടിലേക്ക് എത്തുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും മലബാർ മേഖലയുടെ വലിയ പുരോഗതിക്ക് കുതിച്ചുചാട്ടത്തിന് പ്രേരകമാകുന്നതാണ് ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം. ഞാനിവിടെ ചോദിക്കാൻ സമാപിക്കുന്നു.